ഒരു ഇത്രയും വലിയൊരു സർജറി ചെയ്ത് നമ്മളെ വളരെ എന്താ പറയാ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് നീതു. ഞാൻ ഇസ്രായേലിലാണ് കെയർ ഗീവർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ബോഡി ചെക്കപ്പ് ചെയ്യാനായിട്ട് വന്നതായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഹെർണിയയുടെ പ്രോബ്ലം ഉണ്ടെന്ന്. ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം PS ബിനു എന്ന് പറഞ്ഞ ഡോക്ടറിനെ റിവ്യൂ ഞാൻ ഒരുപാട് കണ്ടു. ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് EMC ഹോസ്പിറ്റലിൽ വരുന്നത്. ഡോക്ടറിന്റെ കോൺഫിഡൻസ് ആണ് എന്നെ കൂടുതലും മോട്ടിവേഷൻ എനിക്ക് കൂടുതൽ കിട്ടിയത്. സർജറി ആണെങ്കിലും വളരെ സ്മൂത്ത് ആയിരുന്നു. സർജറി സമയത്താണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന സപ്പോർട്ട്, ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡോക്ടേഴ്സിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു പേഷ്യന്റിനെ പാനിക് ആക്കാത്ത രീതിയിൽ വളരെ സപ്പോർട്ടീവായിട്ടാണ് സർജറി എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ വളരെ റിലാക്സ് ചെയ്താണ് എൻ്റെ സർജറി ഞാൻ ഫേസ് ചെയ്തത്. എനിക്കതിൽ ഒരുപാട് നന്ദിയുണ്ട് ഹോസ്പിറ്റലിനോടും അതുപോലെ തന്നെ PS ബിനു ഡോക്ടറിനോടും. കാരണം ഇത്രയും ഞാനിവിടെ വന്നിട്ട് 30 ദിവസത്തെ വെക്കേഷനാണ് വന്നത്. 5 ദിവസം ഓൾറെഡി കഴിഞ്ഞു. ഇനി ആകെ കുറച്ച് പീരീഡേ ഉള്ളൂ. പക്ഷെ ഈ പീരീഡിന്റെ ടൈമിൽ ഇത്രയും വലിയൊരു സർജറി ചെയ്ത് നമ്മളെ വളരെ എന്താ പറയാ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു എവ്രി വൺ ഫോർ EMS ഹോസ്പിറ്റൽ.